Hi children, welcome back to my channel AK Star Max Class. ഇന്ന് നമ്മൾ 11th സ്റ്റാൻഡേർഡ് +1 സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ 1 ആണ്. അതിനകത്തുള്ള 5th എക്സസൈസ് 5.1 5th ലിസ്റ്റ് ഓൾ എലിമെൻറ്റ്സ് എന്നാണ് എൻ്റെ മെയിൻ ഹെഡിങ്ങുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ കേട്ടോ. നോക്കി, A equal to set of all x such that x is an odd natural number. സോ അതിന് നമ്മൾ എങ്ങനെ എഴുതുക? കണ്ടോ, ഇതൊരു സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. നമ്മളതിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതിയാൽ മതി. ലിസ്റ്റ് ഓൾ എലിമെൻറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലുള്ള എല്ലാ എലിമെൻറ്റ്സിനെയും ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കൂ. A equal to set of all x such that x is an odd natural number. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റിനകത്തുള്ള എല്ലാ മെമ്പേഴ്സിനെയുമാണ് എന്തെന്ന് പറയുന്ന എക്സ്, അല്ലെങ്കിൽ എല്ലാ എലിമെൻറ്റ്സിനെയുമാണ് എക്സ് എന്ന് പറയുക. ക്ലിയർ ആയോ? അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഒറ്റ സംഖ്യകൾ ഏതാണ്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതേണ്ടത്? A ഈക്വൽ ടു സെറ്റ് 1 3 5 7 9. എളുപ്പമല്ലേ? ഓഡ് നാച്ചുറൽ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റിനകത്തുള്ള എല്ലാ മെമ്പേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ എലിമെൻറ്റ്സിനെയും എക്സ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അത് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ. നമുക്ക് സെക്കൻഡിലേക്ക് കിടക്കാം ഉണ്ടോ. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ കോമ -1/2 ലെസ് ദാൻ എക്സ് ആൻഡ് ലെസ് ദാൻ 9/2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ? ഒന്നുകൂടെ നോക്ക്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് ഒരു ഇൻറ്റിജറാണ്. ഇൻറ്റിജർ മീൻസ് എന്താണ്? അതാ ഇതുപോലെയൊക്കെ വരുന്നത് അല്ലേ. നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമുക്ക് വരാം. അപ്പോൾ നെഗറ്റീവ് എന്താ 1/2 ലെസ് ദാൻ എക്സ്. എക്സ് എങ്ങനെയായിരിക്കണം എന്താ പറയുക? അതായത് ഇതുപോലെയുള്ള എക്സ് എങ്ങനെയായിരിക്കണം? ലെസ് ദാൻ 1/2 ആൻഡ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2 ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എന്താ ചെയ്യേണ്ടത്? ഈ 1/2 എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക ഉണ്ടോ. 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ. അത് ഈ 1/2 എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അതെങ്ങനെയാണ് വരിക? അത് ഈ 2 കൊണ്ട് 1/2 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? 1/2. സോ മീനിങ് എന്താണ്? 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന? 2നേക്കാളും ചെറിയ നമ്പറാണല്ലേ. സോ ഇവിടെ നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം. സോ 0 × 2 എന്താണ്? ഇവിടെ 0 തന്നെയാണ്. ദെൻ ഇത് സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടി? 1. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 0 ഇട്ട് കൊടുക്കാമല്ലോ. 0 ഇടുന്നതിനേക്കാളും മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി 10 2ൽ എത്ര ടൈംസ് പോയി? 5 ടൈംസ് പോയി. സോ 5 2s are 10. അങ്ങനെയാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. -1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 0.5. ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ, 9/2 ഉണ്ട്. നമുക്ക് 9/2നെയും ചെയ്യാം. ഈ 9 ഇതിൽ എത്ര 2 9ൽ എത്ര ടൈംസാണ് പോവുക? 4 2s are 8. ക്ലിയർ? സോ ബാലൻസ് 1 അല്ലേ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1. അപ്പോൾ നമുക്കിവിടെ 0 ഇടാലോ. കണ്ടോ, 2നേക്കാളും വലിയ നമ്പറാക്കി എടുത്തു. സോ 10. ദെൻ 5 2s are 10. ക്ലിയർ ആയില്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയേക്കുന്നത്? 4.5. ബട്ട് ഹിയർ നമുക്കിവിടെ എന്തുണ്ടോ? ഒരു മൈനസ് അതിനുണ്ട്. -1/2 എന്നാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസറിലും എന്ത് തന്നെ കൊടുക്കണം? -0.5 എന്ന് തന്നെ കൊടുക്കണം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല, അത് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. ഉണ്ടോ. അപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -0.5 കിട്ടി. ഇവിടെ ചെയ്തപ്പോഴോ നമുക്ക് എന്താ കിട്ടിയത്? 4.5 കിട്ടി. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കിനി അതെടുത്ത് എഴുതാമല്ലോ. നമ്മുടെ ഫസ്റ്റ് അല്ലേ, അതായത് 0.5ഉം 4.5ഉം ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇതിൽ കുറവായിരിക്കണം. -1/2ൽ താഴെ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അത്? ഹാഫിൽ ചെറുതായിട്ട് വരുന്നത് ആരായിരിക്കും? എന്താണ്? 0 ആയിരിക്കും അല്ലേ. സോ ആൻസർ എന്ത് വരും? സെറ്റ് ബി ഈസ് ഈക്വൽ ടു 0 1 2 3 4. ഇങ്ങനെയായിരിക്കും എൻ്റെ ആൻസർ വരുന്നത്. മനസ്സിലായോ? സെറ്റ് ചെയ്ത് ഹാഫിൽ ചെറുതല്ലേ ഇത്. ഇനി നോക്കിയാൽ അടുത്തത് എന്താ വരിക? ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? 9/2 ആണ്. 9/2നെ നമ്മൾ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്തെടുത്തത്? 4.5ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തു. അപ്പോൾ 4.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ൽ താഴെയാണ്. ഈ ഹാഫ് കണ്ടോ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലെസ് ദാൻ -1/2ഉം പിന്നെ എക്സ് എങ്ങനെ വരണം? ലെസ് ദാൻ 9/2. സോ ലെസ് ദാൻ 1/2നെ നമ്മൾ എന്താക്കി എടുത്തു? -0.5 ആയിട്ട് എടുത്തു.
ഇതിനെയോ 9/2 എന്താക്കി എടുത്താൽ 4.5 ആയിട്ട് എടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് വരുന്നത് എവിടെയായിരിക്കും? 0 അല്ലേ ഇത് കഴിഞ്ഞിട്ട് വരിക അല്ലേ? ഇത് -0.5 ആയിരുന്നു. സോ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ ഈ 4.5 എപ്പോഴാണ് വരിക? 4ലും 4 ഇതാ ഞാൻ എഴുതിയിരിക്കുന്നു നോക്കട്ടെ, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. കണ്ടോ, ഫസ്റ്റ് -1/2 -0.5ലും താഴെ, അത് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. -0.5 ആണ് നമുക്ക് കിട്ടിയത്. സോ പിന്നെ എന്തായിരിക്കും വരിക? 0. പിന്നെ വരുന്നതോ 1 2 3 4. കാരണം എന്തുകൊണ്ടാണ് 4 വരെ എടുത്താൽ ഇവിടെ 4.5 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ? 0 1 2 3 4. ഓക്കെ, ഇനി തേർഡ് വൺ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ ആണ് C ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് ഒരു ഇൻറ്റിജർ ആണ്, കോമ x⁻², ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ 4ന് തുല്യമോ അല്ലെങ്കിൽ 4ന് താഴെ, 4ന് തുല്യം ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുമ്പോൾ എന്താണ്? ഈ 4 വരെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് 2 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? x² എന്ന് പറഞ്ഞാൽ 2 2s are 4 ആയിരിക്കും അല്ലേ? അതിതാ ഇവിടെ ഉണ്ട്, ഈക്വൽ ടു 4 വരെ പറഞ്ഞിട്ടുള്ളൂ. സോ അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് നമ്പർ വരേണ്ടത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഏതാണ്? എക്സിൻ്റെ വാല്യൂ എന്തെടുത്തപ്പോഴാണ് നമുക്ക് ഈ ഈക്വൽ ടു 4 കിട്ടിയ? 2 എടുത്തപ്പോൾ 2² കൊടുത്തപ്പോൾ ഉണ്ട്, x² എന്നുള്ളിടത്ത് 2² കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 4 കിട്ടിയത്. അപ്പോൾ ഇവിടെ കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി അതിനേക്കാളും ഉന്നത നമ്പർ എന്താ? 1 കൊടുത്തു നോക്കാം. സോ ഇഫ് x is equal to 1, 1 into 1 equal to 1. അപ്പോൾ നമുക്കതെടുത്ത് എഴുതിയാൽ പോരെ. കണ്ടോ, ഇത് കിട്ടിയത് എന്താണ്? 2 ആണ്. പിന്നെയോ 1 ആയിരിക്കും. ഇനി അതിനും ചെറുത് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും. പിന്നെ വരുന്നത് എന്താണ്? -1, പിന്നെ -2. കണ്ടോ, ഇവിടെയും എന്താണ്? -2 into -2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ +4 അല്ലേ വരിക. ക്ലിയർ ആയോ? അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻറ്റിജർ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അതാ ഇൻറ്റിജേഴ്സ് ആണല്ലോ നമുക്കിവിടെ കിട്ടിയത്. അതാ -2, -1, -2 into -2, ഇതാ 4 കിട്ടി. ഇനി -1 into -1, 1 കിട്ടും, +1 കിട്ടും. പിന്നെ 0 വരുന്നത് അല്ലേ? ഇപ്പോൾ നമ്മളൊരു നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ 0 എഴുതി ഇപ്പുറേക്കുള്ളതൊക്കെ എന്താ? പോസിറ്റീവ്, ഇപ്പുറേക്കുള്ളതൊക്കെ എന്താണ്? നെഗറ്റീവ്. സോ അതേ മോഡലിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ പറഞ്ഞതുകൊണ്ട് x⁻², ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 4 തന്നെ വന്ന് എത്തണം. അതേ നമുക്ക് വന്നിട്ടില്ല ഇവിടെ 4. കണ്ടോ, x² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും x² എടുത്താൽ -2 into -2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? +4 കിട്ടും. അപ്പോൾ രണ്ടറ്റത്തും +4 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഫോർത്ത് വൺ കേട്ടോ. ഫോർത്ത് വൺ എന്താ നോക്കിയേ. D ഈക്വൽ ടു സെറ്റ് x such that x is a letter in the word loyal. കണ്ടോ, എന്താ പറഞ്ഞേക്കുന്നത്? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇതുപോലെ എന്ത് ചെയ്യണം? ലിസ്റ്റ് ഓൾ എലിമെൻറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾക്ക് ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൂടെ ഒരു സെറ്റിലേക്ക് എടുത്ത് എഴുതുക. നോക്കിയേ, ലോയലിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? LOYAL. LOYAL. ഇവിടെ 2 പ്രാവശ്യം ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണത്? L റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് എഴുതുമ്പോൾ റിപ്പീറ്റഡ് ലെറ്റേഴ്സ് പാടില്ല. അതുകൊണ്ട് നമുക്ക് എന്തേ എടുക്കാൻ പറ്റുള്ളൂ? ഉണ്ട് L, O, Y, A. ക്ലിയർ ആയല്ലോ? എളുപ്പമല്ലേ ഇത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, ഫിഫ്ത്ത് വൺ. സി E ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മന്ത് ഓഫ് ദ ഇയർ നോട്ട് ഹാവിങ് 31 days. ഇതും വളരെ എളുപ്പമാണ് അല്ലേ? നമുക്കറിയാമല്ലോ ഒരു മന്തിൽ എന്താണ് 31 days ഉണ്ടോ? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മന്ത് ഓഫ് ഇയർ നോട്ട് ഹാവിങ് 31 days. അപ്പോൾ എക്സ് എങ്ങനെ ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മാസത്തിൽ, ഒരു വർഷത്തിൽ മന്താകണം, പക്ഷേ മന്ത്സാണ്. പക്ഷേ അവിടെ എന്ത് പാടില്ല? 31 days പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, കുട്ടി ക്ലാസ്സിൽ മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു വാക്കുകളുണ്ടല്ലേ. 30 days ഹാവ് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. അതിൻ്റെ കൂടെ ഫെബ്രുവരിയും കൂടി വരും. ഫെബ്രുവരി 28 or 29 days ആണ്. സോ ഞാൻ എന്താ പറഞ്ഞത്? 30 days ഹാവ് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. സോ നമുക്കിത് ഇത്രയും കിട്ടിയല്ലേ? കണ്ടോ, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആരെയും കൂടെ എഴുതാം? നമുക്ക് ഫെബ്രുവരിയും കൂടി എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കാം? E ഈക്വൽ ടു സെറ്റ് ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ,
നവംബർ എന്നാണ് കേട്ടോ. ഇത് ഞാൻ ഷോർട്ടായിട്ട് എന്നോ എന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഇത് സെറ്റ് ക്ലോസ് ചെയ്യുക. ക്ലിയർ ആയാലും ഇതിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ റിമൈൻ ചെയ്യുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. 6th one ആണ് കേട്ടോ. അതായത് എഫ് ഈക്വൽ ടു set x such that x is a consonant in the English alphabets which precedes k. എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ കൺസണൻറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമ്മൾ പഠിച്ചിട്ടില്ലേ കൺസണൻറ്റ്സ് ആൻഡ് വവൽസ് എന്ന്. എ ഇ ഐ ഒ യു ഒഴിച്ചുള്ള എല്ലാ നമ്പേഴ്സും ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എ ഇ ഐ ഒ യു ഒഴിച്ചുള്ള എല്ലാ നമ്പേഴ്സും എന്താണ്? കോൺസണൻസ് ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ടല്ലേ, എന്താണ്? വിച്ച് പ്രസീഡ്സ് കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കെയ്ക്ക് മുമ്പ് വരുന്ന എല്ലാ കോൺസണൻസ് ആണ് എഴുതിയിരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് വരേണ്ടത് ശരിക്കും. എ ബി സി ഡി ഇ എഫ്, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ. കണ്ടോ? അപ്പോൾ കെയ്ക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഇവിടം വരെ വരുന്നുള്ളൂ അല്ലേ. ഇതിനകത്ത് എന്തേ പാടുള്ളൂ എന്ന്? കോൺസണൻസേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എ എടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ബി എടുത്തത്. സി ഡി പിന്നെ ഇ എന്തിൽ വരും? വവ്വൽസിൽ വരും. വവ്വൽസ് ഏതാണെന്ന് അറിയാലോ അല്ലേ? അതുകൊണ്ട് കാണിക്കാം കേട്ടോ. എ ഇ ഐ ഒ യു ആണ് നമ്മുടെ വവ്വൽസ്. അപ്പോൾ ഇതൊന്നും എടുക്കാൻ പാടില്ല. പക്ഷേ കേക്ക് മുമ്പേ വരുന്ന ആൽഫബറ്റ്സ് മാത്രം കേട്ടോ. സോ നമ്മൾ എന്തെടുത്തു? ബി എടുത്തു, സി എടുത്തു, ഡി എടുത്തു. ഇവിടെ ഇ എടുക്കരുത്. എഫ് ജി എച്ച് ഐ പാടില്ല. ഐ ഇവിടെ ഉണ്ട്, വവൽസിൽ വരുന്നതാണ്. സോ ഐ പാടില്ല. ദെൻ ജെ. അപ്പോൾ കേക്ക് മുന്നേ ഉള്ള ഇത്രയും ലെറ്റേഴ്സ്, ഇത് ഇത്രയും കോൺസണൻസിനെ മാത്രം എടുത്തു വെച്ച് ഒരു സെറ്റാക്കി എഴുതുക. ക്ലിയർ ആയല്ലോ? സോ നന്നായിട്ട് ഇതെല്ലാം പഠിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്.